പക്ഷെ അത് ഭയങ്കര ആൾക്കാർ. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം, എനിക്ക് ഇവനെ കാണണം. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് ഇവിടെ ഒരു ദിവസം നിൽക്കണ്ട, കാരണം എന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകണം. അപ്പൊ ഞാൻ കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞല്ലോ പാവം ഇത് അവൻ വന്നിട്ട് എടി കരയണ്ട ഇതിവിടെ ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ഞാൻ ഇമോഷണലി വീക്കാന്ന് പറഞ്ഞിട്ട് അടുത്തത് എന്റെ അടുത്ത് പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് കരയണം തോന്നുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി കരയും. അവിടെ ക്യാമറ ഇല്ലല്ലോ. അല്ല യഥാർത്ഥ ജീവിതത്തിൽ ശ്രുതി ഇങ്ങനെയാണോ കരയാറുള്ളത്? ഭയങ്കരമായിട്ട് അങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടത് അവിടെ. ആ പൊട്ടിത്തെറിക്കലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതെന്താ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ പോലും കുറച്ചൊന്ന്. കാരണം എന്നെ അങ്ങനെ ഒരു ഇതിലാണ് എബിൻ എന്നെ അങ്ങനെ കരയിപ്പിക്കാൻ. എന്നോട് കുറെ പേര് ചോദിച്ചു നിന്നെ സമ്മതിക്കണട്ടാ ഇതെങ്ങനെയാ അവിടെ കൊണ്ടുനടക്കുന്നത്, ഈ സാരം ഈ ഒരു ഐറ്റം ആണോ ഇത് ശ്രുതി? ഞാൻ പറഞ്ഞു ഞാനും ആദ്യമായിട്ട് കാണണല്ലേ, ഇതുവരെ ഇങ്ങനെ സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു കരയേണ്ട ഒരു അവസ്ഥ ഭർത്താവായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അല്ലെ? അതെ എബിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല, എബിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടു. ഞാൻ ബോൾഡ് ആയതുകൊണ്ടാണ്. അവസ്ഥ ഉണ്ടാക്കി തരാറുണ്ട് പക്ഷെ ഞാൻ കരയാറില്ല. അങ്ങനെയല്ല. എബിനെ പോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പണ്ട് ദേഷ്യമൊക്കെ ഇങ്ങനെ വരുന്ന എബിൻ പറയും ഈ ദേഷ്യം കൂടി പ്രഷറാക്കി എന്നോട് പപ്പ പറയുന്നതാണ് ഈ ദേഷ്യം കൂടിയ സൗന്ദര്യമൊക്കെ പോകും കേട്ടോ. അപ്പൊ ഞാൻ അതിലാണ് ഓ ദേഷ്യം. അപ്പൊ അങ്ങനെ ഭയങ്കര. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടാൽ എവൻ ഫോൺ നോക്കി ഇരുന്നിട്ട് കഴിഞ്ഞോ, അല്ലാതെ അതിനെ റിയാക്ട് ചെയ്തിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാനോ അങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അവിടെ ഞാൻ കരഞ്ഞിട്ടുമില്ല, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ആണ് ഇങ്ങനെ ഒരു ശ്രുതി ഉണ്ടോ എന്നുള്ളത് കാണിച്ചു തന്നത്. ശരിക്കും അങ്ങനെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു? അത് അവിടെ ബിഗ് ബോസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത അല്ലല്ലോ കേട്ടോ. എന്റെ കുറെ തെറി പറയാൻ വന്നതാണ്. തെറി പറയാതിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. കാരണം നമ്മളൊരു ഇവര് പറയുന്ന പോലെ ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതിലിങ്ങനെ പറയാം നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ദേഷ്യം വന്നത് വായിത്തോന്നതൊക്കെ നമ്മൾ പറയല്ലോ. പക്ഷെ ഇതെന്ന് പറയുമ്പോ ഓക്കെ ഈ പറയുന്ന 3.5 കോടി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിട്ട് നമ്മൾ ആ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് കുറയ്ക്കും. അല്ലാത്ത ഇമോഷൻസ് ഒക്കെ നമ്മൾ വരുന്നതാണ്. അപ്പൊ അത് ഒരിക്കലും, കാരണം ഞാനൊക്കെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ കുറേ സമയം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷിവർ ചെയ്യായിരുന്നു. എനിക്ക് തന്നെ അതൊരു ഭയങ്കര. അപ്പം നമ്മള് ഈ ഒരു ബിഗ് ബോസിന് വേണ്ടിയിട്ട് നമ്മൾ അഭിനയിക്കില്ല, അതൊക്കെ വന്ന് പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അവിടെ വന്ന് ഒരു 5 ദിവസം ഞാൻ പറയും വീണനോട് അവിടെ നിൽക്കാൻ ഈ ദേഷ്യവും ഈ സങ്കടവും ഇതെല്ലാം താനേ വന്നോളൂ. അതായത് ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. രാവിലെ ഒരു പാട്ട് തന്നങ്ങ് എണീപ്പിച്ചിട്ട് വിടും. പിന്നെ നടക്കുന്ന വഴിയും എല്ലാം പ്രശ്നങ്ങളാണ്. അയ്യോ എന്റെ പൊന്നോ വല്ലാത്ത അനുഭവമാണത്. എന്തായാലും ഒന്നൊന്നര അനുഭവങ്ങളൊക്കെ ആയിട്ടാ ശ്രുതി വന്നേക്കുന്നത്. സംസാരം കേൾക്കുമ്പോ അറിയാം എന്തായാലും അങ്ങ് സംസാരിച്ച് തകർക്കുകയാണ് ശ്രുതി. ഞാൻ അവിടെ പോയപ്പോ ആദ്യത്തെ എന്റെ പ്രശ്നം സംസാരിക്കുന്നതിന് ക്ലാരിറ്റി കുറവായിരുന്നു. മോർണിംഗ് ടാസ്കിൽ പറയും. പിന്നെ ഞാൻ നോക്കുമ്പോ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന